മുട്ട് തേയ്മാനത്തിന് മുട്ട് മാറ്റിവെക്കൽ മാത്രമാണോ പ്രതിവിധി? നമുക്കറിയാം മുട്ടിനെടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ പറ്റി. ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേയ്മാനം മാറ്റാൻ പറ്റുമോ? സോ അതിനെപ്പറ്റി എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് മുട്ടുമാറ്റിവെക്കൽ മാത്രമല്ല പ്രതിവിധി. ഒരു പരിധിവരെ നല്ലൊരു ശതമാനം തേയ്മാനത്തിനും നമുക്ക് ഇഞ്ചക്ഷൻസും മരുന്നുകളും കൊണ്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. ഞാൻ ഡോക്ടർ അജ്മൽ, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിഷ്യൻ, ആശ ഹോസ്പിറ്റൽ, വടകര. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് മുട്ട് തേയ്മാനം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മുട്ട് അല്ലെങ്കിൽ നീ ജോയിൻറ്റിനെ നമുക്കൊരു മെഷീനുമായിട്ട് കമ്പയർ ചെയ്യാം. മെഷീൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. മെഷീൻസിൻ്റെ പാർട്സ് നല്ല സ്മൂത്ത് ആയിരിക്കണം. അത് വേണ്ട വിധത്തിൽ ഗ്രീസോ അല്ലെന്നുണ്ടെങ്കിൽ ഓയിലോ വെച്ച് അത് നല്ലോണം മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ മെഷീൻസിന് പെട്ടെന്ന് തന്നെ തേയ്മാനം വരികയും അത് പെട്ടെന്ന് തന്നെ കേടാവുകയും ചെയ്യും. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ നീ ജോയിൻറ്റിനുള്ളത്. നമ്മുടെ മുട്ടിനും ഇതേപോലെ മെഷീൻസിൻ്റെ സ്മൂത്ത് പാർട്സ് പോലെ ഈ മുട്ടിൻ്റെ ഇത് കാണിക്കുന്ന പോലെ ഒരു സ്മൂത്ത് സംഭവമുണ്ട്. ഇതിനെ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെഷീൻസിന് ഉപയോഗിക്കുന്ന ഓയിൽ പോലെ മുട്ടിനകത്തൊരു ദ്രാവകമുണ്ട്. ആ ദ്രാവകം കറക്റ്റ് രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തേയ്മാനം വരാനുള്ള സാധ്യത, ഈ പറഞ്ഞ കാർട്ടിലേജും നമ്മുടെ ദ്രാവകവും മുട്ടിനകത്തുള്ള ദ്രാവകവും അത് കറക്റ്റായിട്ടാണെങ്കിൽ നമുക്ക് തേയ്മാനം വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. സോ ഈ പറഞ്ഞ ദ്രാവകത്തിന് ചില മാറ്റങ്ങൾ വരികയും ദ്രാവകത്തിനകത്തുള്ള ഘടകങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥിക്ക് ചെറിയ വീക്കം വരികയോ അല്ലെങ്കിൽ വിള്ളൽ വീഴുകയോ ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ പറയുന്ന നമ്മുടെ മരുന്നുകളും ഇഞ്ചക്ഷൻസും എല്ലാം തന്നെ നമ്മുടെ ഈ മുട്ടിനുള്ള ഈ ദ്രാവകം വർദ്ധിപ്പിക്കാനും മുട്ടിൻ്റെ ഈ കാർട്ടിലേജിൻ്റെ കുറച്ച് ബലപ്പെടുത്താൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മുടെ തേയ്മാനത്തിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഞ്ചക്ഷൻസിൻ്റെ ഗുണം എന്താണ്? അവിടെയാണ് ഞാൻ സ്ട്രെസ്സ് ചെയ്യാൻ പോകുന്നത്. ഇഞ്ചക്ഷൻസിൻ്റെ ഗുണമെന്നാൽ നമ്മൾ മുട്ടിനുള്ളിലേക്കാണ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻസിൻ്റെ ആക്ഷൻ ഫുൾ മുട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും. അത് ശരീരത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. സോ അത് മാത്രമല്ല, ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ അത്രയും എമൗണ്ട് ഫുള്ള് മുട്ടിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഗുളിക കഴിക്കുന്നതിലല്ല. അങ്ങനെ ഒരു വ്യത്യാസം ഇഞ്ചക്ഷൻ എടുക്കുന്നതിലുണ്ട്. കമ്പാരിറ്റീവ്ലി ഇഞ്ചക്ഷൻസ് സേഫാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇഞ്ചക്ഷൻസ് ആണ് നമുക്ക് മുട്ടിനെടുക്കാൻ പറ്റുന്നത്? നമുക്ക് മൂന്ന് ടൈപ്പ് ഇഞ്ചക്ഷൻസ് ആണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിലുള്ളത്. അത് ഫസ്റ്റ് വൺ സ്റ്റിറോയിഡ്, സെക്കൻഡ് വൺ PRP എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതായത് റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന പേരിൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് എല്ലാം കിട്ടുന്ന സംഭവം. തേർഡ് വൺ ഹയൽറോണിക് ആസിഡ്. സോ ഈ 3 ടൈപ്പ് ഇഞ്ചക്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ ഇഞ്ചക്ഷൻസും നമുക്ക് ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അത് എന്തൊക്കെയാണ് അതിൻ്റെ ആക്ഷൻസ്, അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റിറോയിഡ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. അയ്യോ ഡോക്ടറെ, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്താൽ പേടിക്കേണ്ടതുണ്ടോ? ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മുട്ടിനുള്ളിലേക്കാണ് ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. സോ കമ്പാരിറ്റീവ്ലി സ്റ്റിറോയിഡ് സേഫാണ്. നമ്മൾ ഗുളിക കഴിക്കുമ്പോഴാണ് സ്റ്റിറോയിഡിന് പ്രശ്നം വരുന്നത്. സോ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ആർക്കൊക്കെ ഉപയോഗിക്കാം? ആദ്യം ഞാൻ സ്റ്റിറോയിഡിൻ്റെ ആക്ഷൻ ഒന്ന് പറയാം. ആക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് മുട്ട് തേയ്മാനം വരുമ്പോൾ നമുക്ക് നീർവീക്കം ഉണ്ടാകും. അറിയാമല്ലോ, നമുക്ക് നീർവീക്കം വന്ന് വേദന കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയെത്തും. അപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസിൻ്റെ ആക്ഷൻ എന്ന് വെച്ചാൽ ഈ നീർവീക്കം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ടിൻ്റെ നീർവീക്കം കുറയുകയും അതേപോലെ വേദന നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുട്ട് പഴയ രീതിയിൽ നമുക്ക് ഫീലിംഗ് ആവും. എന്ന് വെച്ചാൽ നീരും കുറഞ്ഞ് വേദനയും കുറഞ്ഞ് നമുക്ക് പഴയ രീതിയിൽ നടക്കാൻ പറ്റും. സോ ഇതിൻ്റെ ആക്ഷൻ ഏകദേശം ഒരു 3 മുതൽ 6 മാസം വരെ നിൽക്കാം. തേയ്മാനത്തിൻ്റെ സ്റ്റേജസിനെ പറ്റിയും കൂടെ ഞാനൊന്ന് പറയേണ്ടതുണ്ട്. അതായത് തേയ്മാനത്തിൽ നമുക്ക് ബേസിക്കലി 4 സ്റ്റേജസാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ തേയ്മാനം തുടങ്ങുന്ന സ്റ്റേജ് 1, 4 എന്ന് പറഞ്ഞാൽ മാക്സിമം സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റിറോയിഡൊക്കെ ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3യിലാണ്. ഈ ടൈപ്പ് ആളുകൾക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3 മുതൽ 6 മാസം വരെ അവർക്ക് വേദനയില്ലാതെ നമുക്ക് പഴയ രീതിയിൽ തന്നെ നമ്മൾ നടക്കാൻ സാധിക്കും. സ്റ്റേജ് 4 ആളുകൾക്ക് നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് എടുക്കാം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ആർക്കൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. സെക്കൻഡ് വൺ PRP. അതാണ് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. PRP അതെല്ലാവർക്കും ഒരു സംശയമാണ്. കാരണം PRP അല്പം കോസ്റ്റ്ലിയാണ്. കാരണം ഒരു ഇഞ്ചക്ഷൻസിന് ഏകദേശം 8,000 മുതൽ 12,000 വരെ എടുക്കും. അപ്പോൾ സാറേ ഇത്രയും വില കൊണ്ടുള്ള ഇഞ്ചക്ഷൻസ് എടുത്തുകൊണ്ട് ഗുണമുണ്ടോ ഉള്ള സംശയം പലർക്കും വരാറുണ്ട്. സോ PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ.
അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളിലൊക്കെ. നമ്മുടെ രക്തത്തിൽ നമുക്ക് 3 ടൈപ്പ് അണുക്കളുണ്ട്. ഒന്ന് ശ്വേത രക്താണുക്കൾ, പിന്നെ ചുവന്ന രക്താണുക്കൾ, പിന്നെ പ്ലേറ്റ്ലെറ്റ് എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ഈ 3 എണ്ണത്തിനകത്ത് പ്ലേറ്റ്ലെറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിനുള്ളിൽ കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളെ അത് പുനർജീവിപ്പിക്കാനുള്ള ശേഷിയുള്ള കെമിക്കൽസ് ഉണ്ട് എന്നാണ് അർത്ഥം. സോ PRPയിലുള്ള ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമുക്ക് മുട്ട് തേയ്മാനത്തിന് വളരെയധികം ഗുണം ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ തരുണാസ്ഥി കാർട്ടിലേജിന് വിള്ളൽ വീഴുന്നത്. അപ്പം ഈ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഈ പ്ലേറ്റ്ലെറ്റിനകത്ത് ഉള്ളത് കൊണ്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് പോയിട്ട് ഈ കെമിക്കൽസ് പോയി ആ പറഞ്ഞ തരുണാസ്ഥിയെ ഒന്ന് ഹീൽ ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ അത് ഉണക്കിയെടുക്കും. ആ പറഞ്ഞ വിള്ളലൊക്കെ നമുക്ക് ഉണക്കിയെടുക്കുകയും അതേപോലെ ദ്രാവകം നമുക്ക് പഴയ രീതിയിലുള്ള മെച്ചപ്പെടുത്താനും സഹായിക്കും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട്. സോ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീർവീക്കം കുറയ്ക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയോ കോശങ്ങളെ പുനർജീവിപ്പിക്കുകയോ ഒന്നും നമ്മുടെ സ്റ്റിറോയിഡ്സ് ചെയ്യുകയില്ല. പക്ഷേ PRPയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തേയ്മാനത്തിനുണ്ടായ ചില ഘടകങ്ങളെ അത് മാറ്റി നമ്മുടെ പഴയ മുട്ടിൻ്റെ രീതിയിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ഷൻ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് മീൻസ് ഇത് 1.5 വർഷം മുതൽ 2 വർഷം വരെ നമുക്ക് PRP ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ വേദനയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. സോ PRP ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 ഇവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ആക്ച്വലി. രണ്ടാമത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജും തേയ്മാനമുള്ളവർക്ക്, നീരും വേദനയും കൊണ്ടു നടക്കുന്ന ആൾക്ക് കുറേ കാലത്തേക്ക് നമുക്ക് പെയിൻ ഫ്രീ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ PRP ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ധൈര്യമായിട്ട് അതെടുക്കാം. ഇതുവരയ്ക്കും അങ്ങനെ ഒരു പാർശ്വഫലങ്ങളും PRPക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ ബ്ലഡ് തന്നെയാണ് എടുക്കുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ രക്തം എടുത്തിട്ട് അതിനൊരു പ്രത്യേക സെൻട്രിഫ്യൂഗൽ മെഷീൻ ഉണ്ട്. ആ മെഷീനകത്ത് അത് സെൻട്രിഫ്യൂഗ് ചെയ്ത് ഈ രക്താണുക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്യും. റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും പിന്നെ പ്ലേറ്റ്ലെറ്റും സെപ്പറേറ്റ് ചെയ്യും. അതിനകത്ത് പ്ലേറ്റ്ലെറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ബ്ലഡാണ്, അതിൽ നിന്നാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ഒരെണ്ണം പോലും ഇതുവരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ധൈര്യമായി തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ പോലെ 2 വർഷം വരെ നമുക്കൊരു പെയിൻ ഫ്രീ ഇൻ്റർവെൽ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻസ് എടുത്ത് ഉടനെ തന്നെ വേദന മാറുകയില്ല. അതൊന്ന് ആക്ട് ചെയ്യാൻ ചിലപ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ബട്ട് അതായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പെയിൻ ഫ്രീ ഇൻ്റർവെൽ കുറച്ച് കാലങ്ങളായിട്ട് കിട്ടും. പിന്നെ ഈ PRP എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് തേയ്മാനത്തിന് മാത്രമല്ല, അത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ അനേകം സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നത്. മെയിൻലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്, ഹെയർ ഗ്രോത്തിന്, പിന്നെ മുട്ടിന് മാത്രമല്ല നമ്മുടെ ഷോൾഡറിന് ഇഞ്ചറീസ് വന്നാൽ അതിൻ്റെ മസിലിന് ചെറിയ ടേസ് വന്നാൽ അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ വന്നാൽ ആ മസിലിൻ്റെ മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്നത് PRP ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. തോളിന് അല്ലെങ്കിൽ ഹെയറിന് അങ്ങനെയൊക്കെ. സോ PRP ഇഞ്ചക്ഷൻസ് യൂസ് വളരെ കൂടുതലാണ്. സോ ഇതാണ് മെയിൻലി PRP കൊണ്ടുള്ള ഗുണങ്ങൾ. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഇഞ്ചക്ഷൻ ഹയൽറോണിക് ആസിഡ്. ഹയൽറോണിക് ആസിഡ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന ആളിപ്പം കുറവാണ്. ഹയൽറോണിക് ആസിഡിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ മുട്ടിൻ്റെ ദ്രാവകത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. ആ ദ്രാവകത്തിനുള്ളിലുള്ള ഒരു മെയിൻ കെമിക്കലാണ് ഹയൽറോണിക് ആസിഡ്. സോ ആ കെമിക്കലിനാണ് നമ്മൾ മുട്ടിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതാണ് ഹയൽറോണോൺ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹയൽറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ മുട്ടിലേക്ക് എടുക്കുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ ഈ ഹയൽറോണിക് ആസിഡ് നമ്മുടെ മുട്ടിനുള്ളിൽ പോയിട്ട് ഏറെക്കുറെ ദ്രാവകത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇതിൻ്റെയും ആക്ഷൻ 6 months to 1 year പറയുന്നത്. സ്റ്റെറോയിഡ്സിനെ കാട്ടിയും കുറച്ചും കൂടെ ആക്ഷൻ ഉണ്ട്. സോ ഈ 3 ഇഞ്ചക്ഷൻസിനും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്റ്റെറോയിഡ്സ്, PRP ഇഞ്ചക്ഷൻസ് ആൻഡ് ഹയൽറോണിക് ആസിഡ്. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം ഞാനൊന്ന് സമ്മറൈസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടും. ഫസ്റ്റ് വൺ സ്റ്റിറോയിഡ്. നമുക്ക് സ്റ്റിറോയിഡിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വേദന കുറഞ്ഞ് കിട്ടും. സ്റ്റേജ് 2ഉം 3ഉം ആളുകൾക്ക് ഇതേപോലെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നീരും വേദനയും കിട്ടും. പക്ഷേ അത് 3 മുതൽ 6 മാസം വരെ കിട്ടത്തുള്ളൂ. പക്ഷേ PRP എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഓൾമോസ്റ്റ് ഒരു 2 years വരെ നമുക്ക് പെയിൻ ഫ്രീ ഇൻ്റർവെൽ കിട്ടും. അതാണ് PRPയുടെ ഗുണം. അതെടുക്കുന്നതിൽ തെറ്റില്ല, കാരണം പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റേജ് 4 അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംശയിക്കുന്ന സംഭവം. സ്റ്റേജ് 4 എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേജ്, തേയ്മാനം ഫൈനൽ സ്റ്റേജിലായി. അവിടെ ഇഞ്ചക്ഷൻസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആക്ച്വലി PRP അവിടെ വർക്ക് ചെയ്യില്ല, കാരണം ഓൾറെഡി ഫുൾ തേഞ്ഞു പോയി. ഇനി നമ്മൾ പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ PRP എടുത്താലും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 4 PRP ആക്ച്വലി യൂസ് ചെയ്യത്തില്ല. പക്ഷേ സ്റ്റിറോയിഡ് അവിടെ ഒരു യൂസ് ഉണ്ട്. അത് ആർക്കൊക്കെ എന്നുള്ള കാര്യം.
ഫസ്റ്റ് വൺ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റേജ് 4 ഓയാണ്, അവർക്ക് ഒരു അമ്മ വന്ന് പറയുകയാണ് ഒട്ടും നടക്കാൻ വയ്യ, എനിക്ക് കുറച്ച് നാളത്തേക്ക് വേദന ഒന്ന് കുറച്ച് തരണം, കാരണം വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഈ തേയ്മാനം മുട്ടുമാറ്റിവെക്കൽ സർജറി പറയുന്നുള്ളൂ, അത് വേണമെങ്കിൽ കുറച്ച് കാലം കൊണ്ട് എനിക്ക് നീട്ടി വെക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് നല്ല റിലീഫ് കിട്ടും. പക്ഷേ സ്റ്റേജ് 4 ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മാസമൊക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. അതിന് മുകളിൽ പെയിൻ ഫ്രീ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാനിവിടെ എടുക്കുന്ന ഇഞ്ചക്ഷൻസിൻ്റെ പേഷ്യൻസിൻ്റെ റെസ്പോൺസ് കണ്ടിട്ടാണ് ഇത്രയും പറയുന്നത്. പല പഠനങ്ങളും ആക്ച്വലി ഈ 1.5 മാസം ഏകദേശം ആ റേഞ്ചാണ് സ്റ്റേജ് 4 പറയുന്നത്. അപ്പോൾ ഞാനിതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ തേയ്മാനമായിട്ട് ഒരാൾ നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ ഒരിക്കൽ പോലും ആദ്യമേ ഈ മുട്ട് മാറ്റിവെക്കൽ എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ അവരുടെ അടുത്ത് ചർച്ച ചെയ്യുകയില്ല. ആദ്യം തന്നെ അവരുടെ നമ്മുടെ മസിൽ ഫങ്ഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഫിസിയോതെറാപ്പിയും എക്സസൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ മെഡിസിൻസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇഞ്ചക്ഷൻസിന് റോളിനെ പറ്റി ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജ് 4 ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ നമുക്ക് മുട്ട് മാറ്റിവെക്കേണ്ട അവസ്ഥ വരത്തുള്ളൂ. സോ എല്ലാ മുട്ടിനും മുട്ട് മാറ്റിവെക്കലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞതിൽ വെച്ചിട്ട് ഏകദേശം മുട്ടുമാറ്റിവെക്കലിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫുൾ കാര്യങ്ങൾ മുട്ട് തേയ്മാനത്തിൻ്റെ കാരണങ്ങളും എല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം, ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും. സോ എനിവേ, താങ്ക് യു.